ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂം അറിയണ എന്താ സംഭവം. നമുക്ക് സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ എന്താ പറയുക കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ് നമ്മൾ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. ഒരു പ്രസൻറ്റേഷൻ എന്ന് അറിയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലൈഡ്. ആ സ്ലൈഡാണ് എന്ത് ഗ്രാബ് ഓഫ് ദ അറ്റൻഷൻ. എല്ലാവരുടെയും അറ്റൻഷൻ നമുക്ക് ഉണ്ടാവണം. അതിനെന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഇൻസെർട്ട് ചെയ്ത ശേഷം ഞാൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് പറയാൻ പോകുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരുപാടുണ്ടെന്ന് അറിയാം. എയർ വേസ് ഉണ്ട്, വാട്ടർ വേസ് ഉണ്ട്, അങ്ങനെ റോഡ് വേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 4 ടൈപ്പ് വേസിന് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനത് റെക്റ്റാങ്കിളിൽ ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം എടുത്തിട്ടോ. ഔട്ട്ലൈനിൻ്റെ വെയിറ്റ് കൂട്ടാനൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് മോർഫ് ഉപയോഗിച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂം പറയണത് ഉപയോഗിക്കുകയാണ്. ഇൻസെർട്ടിലാണ് കേട്ടോ സൂം ഉണ്ടാവുക. അതെടുക്കുക. അതിൽ നമ്മൾ സ്ലൈഡ്സ് സെലക്ട് ചെയ്ത ശേഷം സ്ലൈഡ്സ് എണ്ണം കൂട്ടുക. ഞാനിപ്പോൾ 4 പിക്ചറാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എക്സ്ട്രാ ഒരു 4 സ്ലൈഡും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയില്ലേ? നമുക്കറിയാം ഈ ഒരു സൂം പറയണത് ഓരോ പർട്ടിക്കുലർ സ്ലൈഡ്സിനെയും കൂടി ഒരൊറ്റ സ്ലൈഡിലേക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഒരു റീയൂണിയൻ ചെയ്യുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. നമുക്ക് ഫ്രണ്ടിലൊരു സ്ലൈഡ് ഉണ്ട്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രണ്ട് സ്ലൈഡാണ്. ഇതിൽ ഞാൻ ഫ്രണ്ട് സ്ലൈഡാക്കി എടുത്തിട്ടുള്ളത് ഈ സ്ലൈഡാണ്. ഇതിൽ ആരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഞാൻ എന്താ ചെയ്യുക, ഓരോ സ്ലൈഡ്സിലും എന്താണോ സൂമായിട്ട് വരേണ്ടത് ആ ഒരു സംഭവം. ഇപ്പോൾ പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റും കൊടുക്കുക, വട്ടെവർ. അതെന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സൂമായി വരുന്ന സാധനം ഒരു പർട്ടിക്കുലർ സ്ലൈഡ്സിൽ വേറെ സ്ലൈഡ്സിൽ നമ്മൾ മെയിൻ സ്ലൈഡ് അല്ല കേട്ടോ, അതിന് പുറമേ ഉള്ള സ്ലൈഡ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഓരോ സ്ലൈഡിലാക്കിയിട്ട് നമ്മൾ പർട്ടിക്കുലർ ഓരോ സൂമായി വരുന്ന സാധനങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓരോ സ്ലൈഡിലും ഓരോന്ന് ഇങ്ങനെ നമുക്ക് സൂമായിട്ട് വരേണ്ടത് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണുന്നില്ലേ. അത് ലെങ്ത്തും എടുത്തൊക്കെ നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു സ്ലൈഡിൽ കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് സൂം എടുക്കുക. സൂം എടുക്കുമ്പോൾ ഏറ്റവും അടിയത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ നമ്മൾ ഏതൊക്കെയാണോ സൂമിന് വരേണ്ടത് ആ സ്ലൈഡൊക്കെ സെലക്ട് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ ഇനി ആരോയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഇനി വരുമ്പോൾ എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്ലൈഡ് അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ് സ്ലൈഡ് അങ്ങനെ സെക്കൻഡ്. ഇനിയിപ്പോൾ നമ്മൾ സ്ലൈഡ് വൈസ് തന്നെ കേട്ടോ അത് വരിക. അപ്പോൾ അങ്ങനെയാണ് വരിക. ഞാനിപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് ഏതാണോ വെച്ചത് അത് ഞാനിപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലെന്നാലും പക്ഷേ റോഡ് വേ ആണ് ഫസ്റ്റ് സ്ലൈഡ്, അത് ഫസ്റ്റ് വന്നു. എയർവേസ് വന്നു, റെയിൽവേ വന്നു, അതേപോലെ വാട്ടർ വേസ് വന്നു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു രീതി കൂടിയാണ് എന്ത് ഈ ഒരു ടൈപ്പ് എന്താ പറയുക പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇതിൽ നമ്മൾ ട്രാൻസിഷനോ അനിമേഷനോ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും നമുക്ക് സൂം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തരുന്നില്ലേ. നമുക്ക് മോർഫ് ട്രാൻസിഷനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ PowerPoint പ്രസൻറ്റേഷനിൽ നിർത്താൻ പോവുകയാണ്. എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും.